ഇനി നമ്മൾ ജോസഫ്സൺ എഫക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഡി സി ജോസഫ്സൺ എഫക്റ്റാണ്. ബി ഡി ജോസഫ്സൺ 1962 ഒബ്സർവ് ചെയ്തത്. അതായത് രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് ഒരു തിൻ ലെയർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് ഒരു തിൻ ലെയർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിൽ കൂടി ഒരു കറൻറ്റിൻ്റെ പാസേജ് സംഭവിക്കും. സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിലുള്ള ഒരു കണ്ടക്ടറാണ്. അവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുള്ള കേസിലും ചെയ്യാത്ത കേസിലും കറൻറ്റ് പാസ് ചെയ്യുന്നതായിട്ട് അത് ഈ തിൻ ലെയറിനിടയിൽ കൂടി, അതിപ്പോൾ ഒരു സാധാരണ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു കണ്ടക്ടർ ആണെങ്കിൽ അവിടെ കൂടി കറൻറ്റ് പാസ് ചെയ്യത്തില്ല, ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. പക്ഷേ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് വരുമ്പം വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ചില സമയത്ത് വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത സാഹചര്യങ്ങളിലും ഇതിനിടയിൽ കൂടി ഒരു പാസേജ് ഓഫ് ഇലക്ട്രോൺസ്, അതായത് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നതായിട്ട് ഒബ്സർവ് ചെയ്ത്. ഇതിനെയാണ് ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ജംഗ്ഷന് ജോസഫ്സൺ ജംഗ്ഷൻ എന്നും പറയും. സോ ബി ഡി ജോസഫ്സൺ in 1962 observed that when two superconductors are separated by a thin layer. B.D. Josephson in 1962 observed that when two superconductors are separated by a thin layer, a supercurrent flows between the junction without developing a voltage. A supercurrent flows across the junction without developing a voltage. This phenomenon is called Josephson effect. This is called Josephson effect. This junction is called Josephson junction. Josephson junction. അപ്പോൾ ബി ഡി ജോസഫ്സൺ in 1962 observed that when two superconductors are separated by a very thin layer, a supercurrent flows across the junction without developing a voltage. This effect is called Josephson effect, and this junction is called Josephson junction. ഇനിയാണ് നമ്മൾ ഡി സി ജോസഫ്സൺ എഫക്റ്റ് എന്താണെന്ന് പറയാൻ പോകുന്നത്. വെൻ എ ഡി സി കറൻറ്റ് ഫ്ലോസ് അക്രോസ് ദി ജംഗ്ഷൻ ഈവൻ വെൻ ദെയർ ഇസ് നോ വോൾട്ടേജ് അപ്ലൈഡ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് വി അപ്ലൈ ചെയ്തിരിക്കുന്ന കേസാണ് കാണിക്കുന്നത്. പക്ഷേ വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു വെരി തിൻ സെപ്പറേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നൊരു സ്റ്റേറ്റ് വരും. അതിനെയാണ് ഡി സി ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. വെൻ a DC current flows across the junction even when there is no voltage applied. Across it is called DC Josephson effect.
when a DC current flows across the junction even when there is no voltage applied across it is called DC Josephson effect. Consider two superconductors consider two supercapacitors A and B separated by a weak link. ഇതിൽ ജോസഫ്സൺ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ a flow of current occurs due to the weak link. A flow of current occurs due to the weak link. എന്തുകൊണ്ടാണ് ഈ ഫ്ലോ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക് ലിങ്ക് കാരണമാണ്. ബിക്കോസ് ഓഫ് ദ ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് θ1 ആൻഡ് θ2. അപ്പോൾ ഇവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ രണ്ടറ്റത്തെയുള്ള ഫേസ് ഡിഫറൻസ് ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സംഭവിക്കുമ്പോഴത്തേനും അവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് θ1 θ2 ആണ്. ഇപ്പോൾ ഇവിടെ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ വീക്ക് ലിങ്ക്. അപ്പോൾ ഇവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് φ1 φ2 ആണ്. ഈ സൂപ്പർ കണ്ടക്ടറിൽ നിന്ന് ഇപ്പുറത്തോട്ട് കറണ്ട് ഫ്ലോ ആകുമ്പോഴത്തേനും അവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് ആണ് φ1 φ2 എന്ന് പറയുന്നത്. അതുമൂലമാണ്, അപ്പോൾ ഈ ഫേസ് ഡിഫറൻസ് മൂലമാണ് ഇവിടെ ഫ്ലോ ഉണ്ടാകുന്നത്. ജോസഫ്സൺ സെയ്ഡ് ദാറ്റ് the tunneling current is a function of the phase difference. Josephson said that the tunneling current is a function of the phase difference delta is equal to θ2 minus θ1 of the phase difference. Josephson said that tunneling current is a function of the phase difference delta is equal to θ2 minus θ1. ഇനി ഇവിടെ കറണ്ട് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ the current is in the form I is equal to I0 sin delta. അതായത് I0 sin θ2 മൈനസ് θ1. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത് ഫൈനലി. ജോസഫ്സൺ പറഞ്ഞ കാര്യം ഇതാണ്. ഡി സി ജോസഫ്സണിൻ്റെ കേസിൽ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് ഒരു വീക്ക് ലിങ്ക് വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫേസ് ഡിഫറൻസ് മൂലം. ഈ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സും സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫേസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ രണ്ട് മാഗ്നറ്റ്സ് കൺസിഡർ ചെയ്താൽ മതി. രണ്ട് സെപ്പറേറ്റ് മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നോർത്ത് ഒരെണ്ണം സൗത്ത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഫ്ലോ ഉണ്ടാകുന്നത്. അതുപോലെ അത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് പക്ഷേ ഇലക്ട്രിക് ഫീൽഡും കഴിഞ്ഞ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഫേസ് ഡിഫറൻസ് മൂലമാണ് ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത്. പിന്നെ ജോസഫ്സൺ ആർഗ്യൂ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ജോസഫ്സൺ സെയ്ഡ് ദാറ്റ് ദ ടണലിംഗ് കറൻറ്റ് ഇവിടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസ് കാരണം ഉണ്ടാകുന്ന കറൻറ്റ് എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ഫേസ് ഡിഫറൻസ്. കാരണം ഫേസ് ഡിഫറൻസ് കൊണ്ടാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. സോ ദ കറൻറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഫേസ് ഡിഫറൻസ്. ദ കറൻറ്റ് ഈസ് ഗിവൺ ബൈ I is equal to I0 sin delta. ഡെൽറ്റ എന്ന് പറയുന്നത് θ2 മൈനസ് θ1. അപ്പോൾ ഇനി ഇത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പ്രൂഫ് പാർട്ട് എന്ന് പറയുന്നത് കൺസിഡർ നേരത്തെ പറഞ്ഞ പോലെ കൺസിഡർ ടു സൂപ്പർ കപ്പാസിറ്റേഴ്സ് A and B separated by a weak link. The probability of for two superconductors
the probability of finding electron is given by the probability of finding electron is given by psi1 and psi2. psi1 is equal to n1 raised to half e raised to I theta 1. psi2 എന്ന് പറയുന്നത് n2 raised to half e raised to I theta 2. ഇനി ഇതാണ് പ്രോബബിലിറ്റിയുടെ ഫോം എന്ന് പറയുന്നത്. ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ the time dependent Schrodinger equation എന്തുകൊണ്ടാണ് ഇവിടെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിൻ്റെ മോഷൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ I h cut d psi 1 divided by dt is equal to h psi 2. ഇവിടെ h എന്ന് പറയുന്നത് h cut t ആണ്, അതായത് h cut t psi 2. I h cut d psi 2 divided by dt is t psi 1. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ psi 1ൻ്റെ കേസിൽ d psi 1 by dt ഈസ് ഈക്വൽ ടു ഈ ഐ എച്ച് കട്ട് പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എച്ച് കട്ട് വെച്ചിട്ടും ക്യാൻസൽ ആവും. 1/i എന്ന് പറയുന്നത് മൈനസ് ഐ ടി psi 2 d psi 2 ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ടി psi 1. From 1 ഈ ഇക്വേഷൻ 1നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഫ്രം 1 ഓൺ ഡിഫറൻഷ്യേറ്റിംഗ് d psi 1 by dt is equal to half n1 raised to minus half. അതെങ്ങനെയെന്ന് വെച്ചാൽ n1 raised to halfനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ half n1 raised to ഹാഫ് -1 എന്ന് വരും. അപ്പോൾ -1/2 വരും. ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ 1 അതുപോലെ തന്നെ ഇൻറ്റു ഡി എൻ 1 ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് n1 റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ 1 ഇൻറ്റു ഐ ഡി തീറ്റ 1 ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി d psi 2 divided by dt is equal to half n2 raised to -1/2 e raised to I theta 1 dn1 by dt plus n2 raised to half e raised to I theta 2 I d theta 2 divided by dt. ഇനി ഇതിന് നമുക്ക് 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഫ്രം 2, 3 അതായത് ഈ രണ്ട് പാർട്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐ ടി psi 2 ഈസ് ഈക്വൽ ടു ഹാഫ് n1 റൈസ് ടു -1/2 ഇ റൈസ് ടു ഐ തീറ്റ 1 ഡി n1 ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് n1 റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ 1 ഐ d theta 1 divided by dt minus I t psi 1 is equal to half
n2 raised to minus 1 by 2 e raised to I theta 2 I theta 2 d into n2 divided by dt plus n2 raised to half e raised to I theta 2 I d theta 2 divided by dt. ഇനി ഇത് രണ്ട് നമുക്ക് 4 എന്ന് കൊടുക്കാം. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്രം 4 minus I t psi 2 is equal to half n1 raised to minus half e raised to I theta 1 dn1 divided by dt plus I n1 raised to half e raised to I theta 1 d theta 1 divided by dt. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഈ ഫുൾ ഇക്വേഷന് ഒരു ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് n1 raised to half e raised to I theta 1. അതായത് ഈ psi 1 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് psi 2 ഉള്ളത്. psi 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ബൈ n1 raised to half e raised to I theta 1 മൈനസ് I psi 2 എന്ന് പറയുന്നത് n2 raised to half e raised to I theta 2 into n1 raised to half e raised to I theta 1 equal to half n1 raised to minus half e raised to I theta 1 into n1 raised to half e raised to minus I theta. ഇവിടെ നമ്മൾ n1 raised to half e raised to minus I theta 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് into d n1 divided by dt plus I n1 raised to half e raised to I theta 1 into n1 raised to half e raised to minus I theta 1 d theta 1 divided by dt implies minus I t n1 n2 raised to half e raised to I theta 2 minus theta 1 equal to half n1 raised to minus 1 n1 raised to n1 n1. അപ്പോൾ അത് രണ്ടും കൂടി ക്യാൻസലായി പോവും. ഇത് രണ്ടും ക്യാൻസലായി പോകും. ഇ റൈസ് ടു ഐ തീറ്റയും ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയും തമ്മിൽ ക്യാൻസലായി പോകും. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഡി എൻ വൺ ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് ഐ എൻ വണ്ണും കൂടി ഹാഫ് എൻ വണ്ണും കൂടി എൻ വൺ ആവും. ഹാഫ് എൻ വണ്ണും കൂടി എൻ വൺ ആവും. ഇ റൈസ് ടു ഐ തീറ്റ മൈനസ് ഐ തീറ്റയും കട്ടായി പോകും. ബാക്കി ഡി തീറ്റ 1 ബൈ ഡി ടി. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഫ്രം 4 നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്രം 4 മൈനസ് ഐ ടി സൈ 1 ഈക്വൽ ടു ഹാഫ് എൻ ടു റൈസ് ടു മൈനസ് ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ 2 ഡി എൻ ടു ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് എൻ ടു റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ 2 d theta 2 divided by dt into n2 raised to half e raised to minus I theta 2. അപ്പോൾ ഇവിടെ മൈനസ് ഐ ടി സൈ 1 എന്ന് പറയുന്നത് ഇ റൈസ് ടു സൈ 1 എന്ന് പറയുന്നത് എൻ വൺ റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ 1 ഇൻറ്റു എൻ ടു റൈസ് ടു ഹാഫ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ 2 equal to 1 by 2 n2 raised to minus 1 by 2 e raised to ഇപ്പോൾ ഫസ്റ്റ് ടൈം എഴുതി. അത് കഴിഞ്ഞ് n2 raised to half e raised to minus I theta 2 dn2 divided by dt plus I n2 raised to half
e raised to I theta 2 into raised to half e raised to minus I theta 2 into d theta 2 divided by dt. അപ്പോൾ ഇത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐ ടി n1 n2 റേസ് ടു ഹാഫ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ 2 മൈനസ് തീറ്റ 1 ഈസ് ഈക്വൽ ടു ഹാഫ് n2 പോയി ഇ റേസ് ടു ഐ തീറ്റയും പോയി, ബാക്കി ഹാഫ് ഡി n2 ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് ഐ n2 d theta 2 divided by dt. ഇത് ഇക്വേഷൻ 6. ഇനി നമുക്ക് ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ 4ൽ നിന്ന് സോർട്ട് ചെയ്തെടുത്താണ് രണ്ട് ഇക്വേഷൻ 5ഉം 6ഉം. ഫ്രം ഇക്വേഷൻ 5 ആൻഡ് 6 മൈനസ് ഐ ടി n1 n2 റേസ് ടു ഹാഫ് ഇ റേസ് ടു ഐ തീറ്റ 2 മൈനസ് തീറ്റ 1. ഈ തീറ്റ 2 മൈനസ് തീറ്റ 1 നമുക്ക് ഡെൽറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇ റേസ് ടു ഐ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് ഡി എൻ 1 ബൈ ഡി ടി പ്ലസ് ഐ എൻ 1 ഡി തീറ്റ 1 ഡിവൈഡഡ് ബൈ ഡി ടി. അടുത്തത് മൈനസ് ഐ ടി n1 n2 റേസ് ടു ഹാഫ് ഇ റേസ് ടു minus I delta equal to half dn2 divided by dt plus I n2 d theta 2 divided by dt. ഇതാണ് ഇക്വേഷൻ 7. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇ റൈസ് ടു ഐ ഡെൽറ്റ എന്ന് പറയുന്നത് ഇത് കോംപ്ലക്സ് ടേമാണ്, ഐ ഉള്ളതുകൊണ്ട് ഇത് കോംപ്ലക്സ് ഇക്വേഷനാണ്. അപ്പം ഇ റൈസ് ടു ഐ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഡെൽറ്റ പ്ലസ് ഐ സൈൻ ഡെൽറ്റ ആണ്. ഐ ഇ റൈസ് ടു ഐ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ് ഡെൽറ്റ ഐ കോസ് ഡെൽറ്റ പ്ലസ് സൈൻ ഡെൽറ്റ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇ റൈസ് ടു ഐ ഡെൽറ്റ എന്ന് പറയുന്നത് കോസ് ഡെൽറ്റ പ്ലസ് ഐ സൈൻ ഡെൽറ്റ. ഇ റൈസ് ടു മൈനസ് ഐ ഡെൽറ്റ എന്ന് പറയുന്നത് കോസ് ഡെൽറ്റ മൈനസ് ഐ സൈൻ ഡെൽറ്റ. ഇനി മൈനസും പോട്ടെ, ഐ ഇ റൈസ് ടു ഐ ഡെൽറ്റ എന്ന് പറയുന്നത് ഐ കോസ് ഡെൽറ്റ മൈനസ് സൈൻ ഡെൽറ്റ. ഐ ഇ റൈസ് ടു മൈനസ് ഐ ഡെൽറ്റ ഈസ് ഈക്വൽ ടു I cos delta plus sin delta. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിയൽ പാർട്ടും ഉണ്ട് ഇമാജിനറി പാർട്ടും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിയൽ പാർട്ട് എടുക്കാം. ഫ്രം ഇക്വേഷൻ 7, അത് ഇക്വേഷൻ 7 എന്ന് പറയുമ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്, അവിടുന്ന് റിയൽ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ടേക്കിംഗ് ദ റിയൽ പാർട്ട്. റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഐ ഇല്ലാത്ത ടൈം. അപ്പോൾ ഇവിടെ ഐ ഇല്ലാത്ത ടൈം എടുത്തു കഴിഞ്ഞാൽ മൈനസും പ്ലസ് ആവും. അപ്പോൾ പ്ലസ് ഐ വരത്തില്ല, ടി n1 n2 റേസ് ടു ഹാഫ് ഇ റേസ് ടു ടൈം പോവും, ഇ റേസ് ടു ടൈം പോയിട്ട് സൈൻ ഡെൽറ്റ ഈക്വൽ ടു ഇവിടെ ഐ ഇല്ലാത്ത ടൈം ഹാഫ് d1 d2 ഹാഫ് dn1 ബൈ dt. ഇനി അടുത്ത ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇ റേസ് ടു മൈനസ് ഐ ഡെൽറ്റയാണ്. മൈനസ് ഐ ഡെൽറ്റയിൽ ഇവിടെ പ്ലസ് ആണ് വരുന്നത്. അപ്പം മൈനസ് വരും, മൈനസ് ഇവിടെ പ്ലസ് ആണ്, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പം മൈനസ് തന്നെ വരും. മൈനസ് n1 n2 റേസ് ടു ഹാഫ് സൈൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് dn2 ബൈ dt dn2 ഡിവൈഡഡ് ബൈ dt. ഇതാണ് റിയൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടും മൈനസിൻ്റെ വ്യത്യാസത്തിൽ ഈക്വലാണ്. ദാറ്റ് ഈസ്
d half d n1 divided by dt is equal to minus half d n2 divided by dt. അതായത് d n1 divided by dt is equal to minus d n2 divided by dt. ഇതാണ് കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ I0 എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ രണ്ട് കണ്ടക്ടേഴ്സ് അല്ലേ പറഞ്ഞു, എയും ബിയും, അപ്പം അല്ലെങ്കിൽ 1ഉം 2ഉം. അപ്പോൾ 1ലുണ്ടാകുന്ന ഒരു ഡിക്രീസ് എന്ന് പറയുന്നത് 2ലുണ്ടാകുന്ന ഗെയിനാണ് ഇലക്ട്രോണിൻ്റെ. അപ്പോൾ 1ൽ ഇലക്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പുറത്തോട്ട് 2ലോട്ടാണ് ഗെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ 1ൽ കൂടിക്കഴിഞ്ഞാൽ 2ൽ കുറയും. അപ്പോൾ ആ ഫ്ലോയിനെയാണ് മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഇപ്പോൾ നമ്മൾ റിയൽ പാർട്ടാണ് ഇക്വേറ്റ് ചെയ്തത്. ഇനി ഫ്രം 7 ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം 7 ദ ഇമാജിനറി പാർട്ട് from 7 the imaginary part is given by ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഐ ഉള്ള ടേം മൈനസ് ടി n1 n2 റൈസ് ടു ഹാഫ് കോസ് ഡെൽറ്റ. അപ്പോൾ മൈനസ് അവിടെ നിൽക്കട്ടെ, ഐ ഇ റൈസ് ടു ഐ ഡെൽറ്റ എന്ന് പറയുമ്പോൾ അവിടെ ഐ കോസ് ഡെൽറ്റയാണ് വരുന്നത്. അപ്പോൾ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ടി n1 n2 കോസ് ഡെൽറ്റ എന്ന് വരും. മൈനസ് ടി n1 n2 റൈസ് ടു ഹാഫ് കോസ് ഡെൽറ്റ ഈക്വൽ ടു ഐ ഉള്ള ടേം n1 ഡി തീറ്റ, n1 ഡി തീറ്റ 1 ഡിവൈഡഡ് ബൈ ഡി തീറ്റ. ഇനി അടുത്തതെന്ന് പറയുന്നത് മൈനസ് ടി n1 n2 റൈസ് ടു ഹാഫ് അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. ദെൻ വി ഹാവ് n1 d theta 1 divided by dt is equal to n2 d theta 2 divided by dt. ഇനി ഇവിടെ n1 n2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 2 മെറ്റൽസ് ആണ്. ഇനി ഫോർ ദ സെയിം മെറ്റൽ ഇഫ് n1 is equal to n2 for same metal, ഒരേ കൈൻഡ് ഓഫ് മെറ്റൽ ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡി തീറ്റ 1 ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി തീറ്റ 2 ബൈ ഡി ടി. അങ്ങനെ വരുമ്പോൾ ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഡി ബൈ ഡി ടി ഓഫ് തീറ്റ 2 മൈനസ് തീറ്റ 1 ഈക്വൽ ടു 0. തീറ്റ 2 മൈനസ് തീറ്റ 1 ഫേസ് ഡിഫറൻസിന് ഡെൽറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. അതായത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഐ എന്ന് പറയുന്നത് I0 സൈൻ ഡെൽറ്റയാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നതിന് നമ്മൾ തീറ്റ 2 മൈനസ് തീറ്റ 1 എന്നാണ് എടുത്തത്. അപ്പോൾ I0 സൈൻ തീറ്റ 2 മൈനസ് തീറ്റ 1. ദെൻ ദ കറണ്ട് ഫ്ലോയിങ് ഈസ് അപ്പോൾ ഇവിടെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടിയത്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അവിടെ ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും, അതായത് ഫേസ് ഡിഫറൻസ് ഇല്ലെന്നുണ്ടെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഹെൻസ് എ കോൺസ്റ്റൻ്റ് കറണ്ട് ഫ്ലോസ് ഈവൻ വിത്തൗട്ട് എ വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. ഹെൻസ് എ കോൺസ്റ്റൻ്റ് കറണ്ട്
flows across the junction even without a voltage being applied അല്ലെങ്കിൽ a voltage being developed. It will have a current value between I0 and minus I0. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഇവിടെ ഫേസ് ഡിഫറൻസ് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നാണ്. ഈവൻ ദോ ദെയർ ഈസ് സെപ്പറേഷൻ. ആ സെപ്പറേഷനിൽ എന്തായാലും ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഫ്ലോസ് അക്രോസ് ദ ജംഗ്ഷൻ എന്ന് വന്നത്. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് I0 തൊട്ട് മൈനസ് I0 വരെയാണ്. അത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ആക്സിസ് എടുക്കുന്നു, ഒരെണ്ണത്തിൽ വോൾട്ടേജ്, ഒരെണ്ണത്തിൽ I. ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വരുന്നത്. ഇതെന്ന് പറയുന്നത് I0, ഇതെന്ന് പറയുന്നത് മൈനസ് I0. ഇത്രയാണ് DC ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് എടുത്ത് സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് കറൻറ്റ് ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ, ഒരു സൂപ്പർ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ജംഗ്ഷന് ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറയും. ഇനി ഒരു DC കറൻറ്റ് വിത്തൗട്ട് എ വോൾട്ടേജ് ബീങ് അപ്ലൈഡ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് DC ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയും. രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് സൂപ്പർ കപ്പാസിറ്റേഴ്സ് അല്ല, രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് AB സെപ്പറേറ്റഡ് ബൈ എ വീക്ക് ലിങ്ക് കൺസിഡർ ചെയ്യുക. ഒരു കറൻറ്റ് ഫ്ലോ ഈ വീക്ക് ലിങ്ക് കാരണം ഫോം ചെയ്യും. ഒരു ലിങ്ക് ആണല്ലോ അവിടെ ഉള്ളത്. ഈ സ്മോൾ സെപ്പറേഷൻ ആയതുകൊണ്ട്, ഇപ്പോൾ ലാർജർ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ കറൻറ്റ് ഫ്ലോ ചെയ്യത്തില്ല. അവിടെ വീക്ക് സെപ്പറേഷനാണ് ഉള്ളത്, വെരി തിൻ സെപ്പറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാകും, ഒരു കറൻറ്റ് ഫ്ലോ നടക്കും. ഫേസ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് കറൻറ്റ് ഫ്ലോ നടക്കും, 5-1 5-2 ആയതുകൊണ്ട്. അപ്പോൾ ജോസഫ്സൺ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡ്യൂ ടു ദ ഫേസ് ഡിഫറൻസ് ഡെൽറ്റ = θ2 - θ1 എ കറൻറ്റ് ഇൻ ദ ഫോം I = I0 sin ഡെൽറ്റ എന്ന് പറയുന്ന ഫോമിൽ ഒരു കറൻറ്റ് ഫ്ലോ ആകും. ഫേസ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഒരു കറൻറ്റ് ഫ്ലോ ആകും എന്ന് ജോസഫ്സൺ ആർഗ്യൂ ചെയ്തു. ഇനി ഇതിൻ്റെ പ്രൂഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയിലെയും ബിയിലെയും അല്ലെങ്കിൽ 1ലെയും 2ലെയും പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5-1 5-2 is given by n1½ e⁻I⁻²ഉം 5-2 എന്ന് പറയുന്നത് n2½ e⁻I⁻²ഉം. ഇനി ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് അത് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ IH⁻dψ/dt = Hψ. ഇവിടെ ψ1 ψ2 ആണ്, രണ്ട് മീഡിയം ഉള്ളതുകൊണ്ട് ψ1 ψ2 എടുത്ത് ക്യാപിറ്റൽ H എന്ന് പറയുന്നത് H⁻T. അപ്പോൾ IH⁻dψ2/dt = H⁻T⁴ ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ IH⁻ ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ dψ1/dt = -ITψ2 dψ2/dt എന്ന് പറയുന്നത് -ITψ1. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dψ1/dt = ½ n1⁻⁻ e⁻I⁻1 dn1/dt + n1½ e⁻I⁻1 അപ്പോൾ അത് ψ1 ψ2ൻ്റെ എടുത്തതിന് ശേഷം ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇക്വേഷന് നമ്മൾ ψ1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് n1½ e⁻I⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കുറേ ടൈംസ് ക്യാൻസലായി പോകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനിലും ചെയ്യണം. എന്നിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ ഇതൊരു കോംപ്ലക്സ് ഇക്വേഷനാണ്. അതായത് ഐയുടെ ടൈംസും ഉണ്ട്, ഇവിടെയുണ്ട്. e⁻I⁻ എന്ന് പറയുന്നത് cos ഡെൽറ്റ പ്ലസ് I sin ഡെൽറ്റയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുത്തു കഴിഞ്ഞാൽ റിയൽ പാർട്ട് എടുക്കുമ്പോൾ നമുക്ക് dn1/dθ -dn2/dt, അതായത് കറൻറ്റ് ഫ്ലോയിനെ കുറിച്ചാണ്, മാക്സിമം കറൻറ്റ്
അതായത് ഒരു സൈഡിൽ ഇലക്ട്രോൺ ഡിക്രീസ് ചെയ്യുന്നു, ഒരു സൈഡിൽ കൂടുന്നു. അവിടെ ഫ്ലോ ഓഫ് കറണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ഗീവ്സ് ദി കറണ്ട് ഫ്ലോ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു I0. ഇനി ഇമാജിനറി പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് dθ1/dt എന്ന് പറയുന്നത് dθ2/dt കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ d ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണെന്ന്. ഡിഫറൻ്റ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ സിൻസ് ഡെൽറ്റ ഈസ് കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോസ് അക്രോസ് ദ ജംഗ്ഷൻ I ഈസ് ഈക്വൽ ടു I0 sin ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് θ1 - θ2. ഹെൻസ് എ കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോസ് അക്രോസ് ദ ജംഗ്ഷൻ വിത്തൗട്ട് ആൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് ഇറ്റ് വിൽ ഹാവ് മാക്സിമം വാല്യൂ I0 ആൻഡ് മിനിമം വാല്യൂ -I0. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. ഐയും വിയും പ്രൊപ്പോർഷണൽ ആയിട്ട് പോകും. ഇത്രയാണ് DC ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്.